നിന്നും വ്യത്യസ്തമാക്കുന്ന അടിസ്ഥാനപരമൊരു കാര്യം, ഇതിൻ്റെ ആശയത്തിൻ്റെ ഭാഗമായി വരുന്ന ഓരോ കുടുംബങ്ങളെയും ആദ്യം തന്നെ അവർ ലഹരിക്ക് നിന്നും മോചനത്തോടെയാണ് അവർ മാറി വരുന്നത്. അതിനുവേണ്ടി ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയല്ല, അത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം ഒന്ന്, ഇതുവരെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ ലഹരിയിലേക്ക് ഈ സമൂഹം എത്തിപ്പെട്ടതും അതിലൂടെ തന്നെ ജീവിക്കാനുണ്ടായ കാര്യമെന്ന് പറയുന്നത്, സമൂഹം ഒരിക്കലും അവനെ അംഗീകരിക്കുന്നില്ല, സമൂഹത്തിൽ ഒരിക്കലും അവനൊരു വില കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ മദ്യപിച്ച് ഓടയിൽ കിടന്നാലും റോഡിൽ കിടന്നാലും കലങ്ങിൻ്റെ സൈഡിൽ കിടന്നാലും അവനെ എല്ലാവരും എക്കാലവും അതുപോലെ തന്നെ കാണും എന്നൊരു കാഴ്ചപ്പാടുണ്ടായതുകൊണ്ടാണ് അവൻ അത് വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് തത്വണ്ണം ചെയ്തൊരു മാർഗം ഈ സംഘടനയുടെ അംഗങ്ങളെ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ പ്രവർത്തന അംഗങ്ങളെ പുരുഷന്മാരെ സാറെന്നും സ്ത്രീകളെ ടീച്ചറെന്നും പറയുന്ന ഒരു അഭിസംബോധനയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതുവരെയും അവന് ഒരിടത്തും കിട്ടാത്ത അല്ലെങ്കിൽ ആരും വിളിക്കാത്ത ഒരു തരത്തിൽ നാലാളെ മുന്നിൽ അവനെ ബഹുമാനിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും ആ ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവനൊരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. തീർച്ചയായും മറ്റുള്ളവരെ നമ്മളൊന്ന് നോക്കിയാൽ മതി. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മദ്യപിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ എക്സൈസിൻ്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിച്ച് അതിൻ്റെ സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു വിഭാഗത്തിൽ നിന്നാണ്. കാര്യം ഇവിടുത്തെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന മദ്യം എന്ന് പറയുന്നത് കേവലം വില കുറഞ്ഞിട്ടുള്ള മദ്യങ്ങളാണ്. പക്ഷേ അവരാണ് വെള്ളോടി അല്ലെങ്കിൽ മദ്യപാനികളെന്ന് ചിത്രീകരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം എന്താ? അവർ ഈ റോഡുകളിലെല്ലാം കിടക്കുന്നു, അല്ലെങ്കിൽ റോഡുകളിലൂടെ ഇങ്ങനെ പോകുന്നു. മറ്റുള്ളവർ മദ്യം കഴിച്ചിട്ട് കാറുകളിലും അല്ലെങ്കിൽ അവർ കൂട്ടുകാരൊത്തും അവർ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ബാറുകളോ കഴിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, ആരും അറിയാതെ പോവുകയാണ്. അപ്പോൾ അവിടെ അവർക്ക് ആ ഒരു സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മൾ ഈ റോഡുകളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരു മദ്യപാനികളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർക്കൊരു ബഹുമാനം കൊടുത്തതുകൂടി തന്നെ അവർ സ്വാഭാവികമായും അവരെ ബഹുമാനിക്കുന്നവരുടെ മുന്നിൽ സിഗരറ്റ് വലിക്കാനോ മദ്യപിച്ച് വരാനോ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നിസ്സാരമായി സിമ്പിളായിട്ടാണ് തത്വണ്ണൻ എന്ത് ചെയ്തത്, ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നും ഇവരുടെ ഈ മദ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളെയും അവർ സ്വയം ഉപേക്ഷിക്കാൻ വേണ്ടി അവരിലേക്ക് ചെയ്ത അല്ലെങ്കിൽ അവർ പോലും അറിയാതെ ചെയ്തൊരു സാധനമാണ് ഈ പരസ്പര ബഹുമാനം കൊടുത്തത്. ഈ ബഹുമാനം കിട്ടുന്നിടത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ മറ്റൊരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതാണ് സംഘടനയ്ക്കകത്ത് ഇപ്പം സാറ് പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമായി 500 പുറത്ത് ആൾക്കാരിവിടെ വന്നപ്പോൾ ഒരാളിൽ നിന്ന് പോലും സിഗരറ്റ് വലിക്കുന്നോ മദ്യപിച്ചോ വരാതിരിക്കുന്ന അല്ലെങ്കിൽ അവരങ്ങനെ ഒരാളെ കാണാൻ പറ്റാതെ പോയ കാര്യം, അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നവരാണ്. ആ ബഹുമാനിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അവർ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്.